ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫോർത്ത് സെം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് സൺഡേ ക്ലാസ് ഉണ്ട്. വി ഹാവ് എക്സ്റ്റേണൽ ക്ലാസ്സസ്. ഫാർമക്കോളജി, പാത്തോളജീൻ്റെ എക്സ്റ്റേണൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 9 പോവാണ്. 8 to 10 ആണ് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർത്തു ഞങ്ങളൊന്ന് ഔട്ടിങ് പോയാലോ. കുറേ നാളാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഔട്ടിങ് പോയിട്ട്. സോ ഞങ്ങൾ ഓർത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ആഫ്റ്റർ ദ ക്ലാസ് ഔട്ടിങ് പോകുന്നത്. അതിൻ്റെ കോലമാണ് ഇത്. സോ ഓൺലി ഐ എം വെയറിങ് ദിസ് ഡ്രസ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഐ എം പോസ്റ്റിംഗ് എ ലോങ് വീഡിയോ. സോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. ആണ് ഗൈസ് എൻ്റെ കോളേജ്. ആക്ച്വലി എനിക്ക് സൺഡേയിലെ ക്ലാസ്സിൻ്റെ പരിപാടി ഇഷ്ടമാണ്. കാരണം 2 മണിക്കൂർ ക്ലാസ്സേ ഉള്ളൂ സൺഡേ, പിന്നെ മൺഡേ ലീവാണ്. സോ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി. ഒരുങ്ങി ഞാൻ ഡ്രസ്സൊക്കെ മാറി ഗൈസ്. എന്നിട്ട് നമ്മൾ ഇറങ്ങി ഗൈസ് ഔട്ടിങ് പോകാൻ. എന്ത് ചെയ്യേ? ഞങ്ങൾ 3 പേരോടെ പോകുന്നേ. അപ്പോൾ നമ്മളിപ്പം എൻ്റെ കണ്ണാടി മേടിക്കാൻ നമ്മൾ ഫസ്റ്റ് ലെൻസ് കാട്ടി പോയിട്ട് നമ്മൾ അവിടുന്ന് കണ്ണാടി മേടിച്ചിട്ട് നമ്മൾ മെട്രോ കയറി വേണം നമുക്ക് പോകാം. ഹൗ ഇസ് മൈ ഔട്ട്ഫിറ്റ്? ഞാൻ കുറച്ച് മോഡേൺ ആയത് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് പ്രൊട്ടക്ഷൻ ആണ് ഗൈസ്. എങ്ങനെയുണ്ട്? തരില്ലല്ലോ. ശരി, ആ പട്ടത്തെ വൃത്തി കിടന്നു മാറിയില്ല. വൃത്തിയോട് മാറിയില്ലേ? മാറി ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ് ഗൈസ്. KR മാർക്കറ്റ് എത്തി. എന്തി ഒരാളെന്തി? ഇവിടെ ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് നോക്കുന്നു. ഭയങ്കര നോട്ടാണ് ഗൈസ്. അഭിനയായിരിക്കും. അവര് നോക്കുന്നതൊന്നുമല്ല. ഈ കൂളിങ് ഇരുട്ടുള്ള മെട്രോ സ്റ്റേഷൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഞാൻ എടുത്ത് വെച്ചില്ല. എന്റെ തലയുടെ വേണ്ടിയല്ല വെച്ചേക്കണേ കേട്ടോ. നമ്മൾ KR മാർക്കറ്റ് എത്തി. നമ്മൾ ഇവിടെ നിന്ന് നടന്നു പോവായിരിക്കും. അത്രേ ഉള്ളൂ. നമ്മളവിടെ എത്താനാകുമ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്. ഇത് ആക്ച്വലി KR മാർക്കറ്റ് മെട്രോ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണുള്ളത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. സൺഡേ ആണല്ലോ, ഒത്തിരി തിരക്കൊന്നുമില്ല, പക്ഷേ നല്ല ആർക്കിടെക്ചറൊക്കെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. നല്ലതായിരുന്നു, നല്ല സ്ഥലമാണ്. ജസ്റ്റ് നല്ല പീസ്ഫുള്ളാണ്. ആൾക്കാരുണ്ടെങ്കിലും കൊള്ളാം. KR മാർക്കറ്റിൽ നിന്ന് കബൺ പാർക്ക് പോവാ. സ്ട്രീറ്റ് പോവാണ്. നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഫോൺ ഇപ്പോൾ ചാവും ഗൈസ്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. ചത്തോ? ഇതാണ് നമ്മുടെ ഔട്ടിംഗ് ഡേ. കൊള്ളാം, സെറ്റാക്കാം. ഇനി നമുക്ക് ഫുഡും കൂടെ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിന്ന് കാണിക്കുന്നതാണെങ്കിൽ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ പോയത്. നമ്മൾ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ വന്നു. ഓക്കെ, ഈ മെട്രോ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ പ്ലാറ്റ്ഫോം 1 കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. എപ്പോഴും എല്ലാവർക്കും മനസ്സിലാവും. നമുക്കില്ലാത്തതുകൊണ്ട് ഇവക്ക് ഞാനാ പറഞ്ഞു കൊടുത്തേ. പ്ലാറ്റ്ഫോം 2 1 അവിടെയാണ്. 1 അവിടെ വെള്ളം. ഞങ്ങൾ നടന്ന് മടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങൾ പിന്നെ MG റോഡ് എത്തി, ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ പാച്ച് റോഡ്സിൽ കയറിയിട്ട് റോള് കഴിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തീരാത്തരം നമ്മൾ നടക്കുകയാണ്. ഭയങ്കര തിരക്കാണ് കേസിൻ്റെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തിരക്കാണ് ഇവിടെ. നമ്മളൊരു ചാലഞ്ച് ചെയ്യാൻ പോവാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് 3 പേരും 3 വഴിക്ക് പോയിട്ട് നമ്മൾ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. 150 റുപ്പീസിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിഫ്റ്റ്സ് മേടിക്കാൻ പോകും. അപ്പം തുടങ്ങാം. എല്ലാവരും വീഡിയോ എടുക്കണേ. എന്നിട്ട് ഇവിടെ വരണം. എവിടെയാ? ഈ ബ്ലോസം ബുക്ക് ഹൗസിന്റെ ഫ്രണ്ട്. ഓക്കെ തുടങ്ങാം. ഓക്കെ, ബൈ. ഞാൻ എന്താ മേടിക്കുക? 2 പേർക്കും 150 രൂപയ്ക്കകത്ത് എന്തെങ്കിലും മേടിക്കണം. അതാണ് നമ്മുടെ ചാലഞ്ച്. ഓക്കെ, നോക്കാം. കട കാണുന്നില്ല ഗൈസ്. ഒരു
എന്താ മേടിക്കുക, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അവിടെ ശോഭ മോളുണ്ട്, അതിൻ്റെ അകത്ത് കുറെ സ്റ്റോൾ ഉണ്ട്. അവിടെ വരെ ഒന്ന് പോയി നോക്കാം. 250 റുപ്പീസിനൊന്നും ഒന്നും കിട്ടില്ല, ശരി 150 റുപ്പീസിനൊന്നും ഒന്നും കിട്ടാനില്ല. അവസാനം പിന്നെ ഞാൻ 3 കമ്മലെടുത്തു. അതിന് ഞാൻ എനിക്കൊരെണ്ണം എടുത്തു, അതുകൊണ്ട് പിന്നെ അത് 150യുടെ ഇതിലാണ് വരുന്നത്. സോ ഞാനത് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോവാം. പഠിക്കണേ. ഞാൻ നോക്കിക്ക് മനസ്സിലാക്കണം, എനിക്കറിയാം ആർക്കാർക്കാന്ന്. ഇത് മണിക്ക് അതെന്റെ സാധനം ഫോൺ. ഇത് ഞാൻ എടുത്തു. ഇല്ല, എന്റെ ഫോണിന്റെ കൂടെ പോവാത്. ഞാൻ ഫോൺ നോക്കി വാങ്ങിച്ചു, പക്ഷെ ഞാൻ പൂച്ചേനെ അവളുടെ പിങ്ക് ഫോൺ എന്റെ ബ്ലൂ ഫോൺ ഉണ്ട്. ചേർച്ച് സ്ട്രീറ്റിനകത്ത് ഇങ്ങനെ ഒരു വാക്കിൻ സ്ട്രീറ്റ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അവിടെ കുറേ ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 100 റുപ്പീസിനായിരുന്നു ഇതെല്ലാം കിട്ടി. ഈ ലെയേർഡ് ചെയിൻസ് ഒക്കെ നല്ലതായിരുന്നു, കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് കണ്ടില്ല നേരത്തെ ഞങ്ങൾ ചാലഞ്ച് നടത്തിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. ഞങ്ങൾ മടുത്ത്, ഞങ്ങൾക്ക് ഇനി ചായ കുടിക്കാൻ പോകണമെന്നുണ്ട്, പക്ഷെ അതിനും കൂടി ഞങ്ങൾക്ക് ഇനി നടക്കാൻ വയ്യ. ഞങ്ങളിന്ന് കുറേ നടന്നു. ഞങ്ങളിന്ന് ഊബർ പോലും പിടിക്കാതെയാണ് ഞങ്ങൾ നടന്നത്. അതുകൊണ്ട് ഞങ്ങൾ മടുത്തു. ഞങ്ങളിപ്പോൾ ചർച്ച് സ്ട്രീറ്റിൽ തിരിച്ചു പോയി. ഞങ്ങൾ പോട്രി ടൗൺ പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ അവിടെയും കൂടെ പോകാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടും മടിയായതുകൊണ്ടും അതെ, ഞങ്ങൾ വൈറ്റ് ടോപ്പാണ് ഇട്ടേക്കുന്നത് കൊണ്ടും പിന്നെ കുറെ പൈസ പൊട്ടിച്ചത് കൊണ്ടും ഞങ്ങളിനി പോകുന്നില്ലെന്ന് വിചാരിച്ചു. ഞങ്ങൾ വേറൊരു ദിവസം ഞാൻ ഇറങ്ങുന്നതായിരിക്കും. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.